പന്തിനകത്തെ ശൂന്യതയിലേക്ക് വായു നിറച്ച മൈതാന മധ്യത്തു നിന്നും കാൽപാദത്തിൽ തൊടുക്കുമ്പോൾ ഏത് കളിക്കാരനും ലക്ഷ്യമിടുന്നത് മറ്റൊരു ശൂന്യത മാത്രമാണ്. ആ ശൂന്യതയ്ക്ക് വലയിൽ തീർത്തൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിൽ താൻ തൊടുത്ത പന്ത് തൊടുവിക്കുക, അത് ഒരു കാൽപന്ത് കളിക്കാരൻ്റെ ആഗ്രഹമല്ല, ആവശ്യമാണ്. അത് ഒരു ഉഴുതുമറിച്ചിട്ട പാടത്തെ ചളി നിറഞ്ഞ് കോർട്ടിൽ നിന്നാകുമ്പോൾ കാണികൾക്ക് ആവേശത്തോടൊപ്പം കൗതുകവുമാകുന്നു. വേദവ്യാസ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഐക്കോണിക്സ് FC വെങ്ങപ്പറ്റ പേരാമ്പ്ര സംഘടിപ്പിച്ച മൂന്നാമത് ജില്ലാതല മഡ് ഫുട്ബോൾ ടൂർണമെന്റ് കാണികളിൽ ആവേശം പകർന്നു. താഴപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ PC സുധാകരൻ സുചരിദാസ് മെമ്മോറിയൽ മഡ് കോർട്ടിലാണ് മത്സരം നടന്നത്. നമ്പിത്തൂർ ഹംസ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും കെയർ പ്ലസ് ലബോറട്ടറി പേരാമ്പ്രയുടെ ക്യാഷ് പ്രൈസ് മണി ഒന്നാം സമ്മാനമായും കണിയാംകണ്ടി കൃഷ്ണൻ നായർ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും മെറീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെമ്പ്ര നൽകുന്ന ക്യാഷ് പ്രൈസ് മണി രണ്ടാം സമ്മാനമായി നൽകുന്ന മത്സരത്തിൽ ജില്ലയിലെ 10 ടീമുകൾ മത്സരത്തിനിറങ്ങി. മുഹമ്മദ് ഹാഫിസ് മുക്കം മത്സരം നിയന്ത്രിച്ചു. കൂടാതെ EK അഭിനവ്, സായി കല്ലൂടെ തുടങ്ങിയ റഫറിമാരും വിധി നിർണ്ണയിക്കാനുണ്ടായിരുന്നു. 32 മീറ്റർ നീളവും 22 മീറ്ററോളം വീതിയുമുള്ള മഡ് കോർട്ടിൽ 14 മിനിറ്റാണ് ഒരു മത്സരത്തിന്റെ സമയം. അനുവദിച്ച സമയത്തിനുള്ളിൽ വിജയികളാകാതെ മത്സരിച്ച ടീമുകൾ തമ്മിൽ തുല്യത പാലിച്ചാൽ പെനാൽറ്റിയിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത്. ആതിഥേയരായ ഐക്കോണിക്സ് FC B ടീമും പൈറൈറ്റ്സ് FC ആവളയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. 2 ഗോളിന് പൈറൈറ്റ്സ് FC ആവളയാണ് ടൂർണമെന്റിലെ വിജയികളായത്. വൃക്കരോഗിയായ ശ്രീജേഷ് അരീക്കലിന്റെ ചികിത്സയ്ക്കുള്ള ധനശേഖരണാർത്ഥമാണ് മത്സരം സംഘടിപ്പിച്ചത്. സമാപന ചടങ്ങ് കോട്ടയം ഡിസ്ട്രിക്ട് സീനിയർ ഫുട്ബോൾ താരം സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. V വിപിൻ അധ്യക്ഷത വഹിച്ചു. സുബ്രതോ കപ്പ് കേരള വനിതാ കോച്ച് KS ഷിൻഡോ, ഇന്ത്യൻ വനിതാ ഫുട്ബോൾ മെമ്പറും AIFF എമർജിംഗ് പ്ലെയർ അവാർഡ് വിന്നറുമായ ഷിൻജി ഷാജി മുഖ്യാതിഥികളായി. രജീഷൻ കോക്കുന്ന്, ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ആദർശ സ്വാഗതവും അമിത് നന്ദിയും പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, പേരാമ്പ്ര.